നടി ആലിയ ഭട്ടിന്റെ മുൻ സെക്രട്ടറി വേദിക ഷെട്ടിയെ ബംഗളൂരുവിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ജൂഹു പോലീസ് അറസ്റ്റ് ചെയ്ത് മുംബൈയിലേക്ക് കൊണ്ടുവന്നു. പേഴ്സണൽ അസിസ്റ്റന്റായി നിയമിക്കപ്പെട്ടതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ ഇൻവോയ്സുകളിൽ വ്യാജരേഖ ചമച്ചതായി ആലിയ ഭട്ടും ആലിയയുടെ അമ്മയും സംവിധായകയുമായ സോണിയ റസ്ദാനും കണ്ടെത്തിയിരുന്നു. ജനുവരി 23 ജൂഹു പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. 2021-2024 കാലത്താണ് ആലിയ ഭട്ടിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി വേദിക ഷെട്ടി പ്രവർത്തിച്ചു വന്നത്. 2022 മെയ് മുതൽ 2024 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് പോലീസ് പറയുന്നു. വേദികയായിരുന്നു ആലിയയുടെ സാമ്പത്തിക രേഖകളും പേയ്മെന്റുകളും ഷെഡ്യൂളുകളും കൈകാര്യം ചെയ്തിരുന്നത്. അന്വേഷണത്തിൽ വേദിക ഷെട്ടി വ്യാജ ബില്ലുകൾ തയ്യാറാക്കി ആലിയ ഭട്ടിനെ കൊണ്ട് ഒപ്പുവെച്ച് പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. യാത്ര, മീറ്റിംഗുകൾ, മറ്റ് അനുബന്ധ ക്രമീകരണങ്ങൾ എന്നിവയ്ക്കാണ് ചെലവുകളെന്ന് അവർ നടിയോട് പറഞ്ഞത്. ബില്ലുകൾ കൃത്രിമമായി നിർമ്മിച്ച് ആലിയ ഭട്ടിനെ വിശ്വസിപ്പിച്ച് അവയിൽ ഒപ്പുവെപ്പിക്കും. ശേഷം തുക അവരുടെ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തുടർന്ന് പണം വേദിക ഷെട്ടിയിലേക്ക് തിരികെ അയക്കുമായിരുന്നു. ആലിയയുടെ അമ്മ പരാതി നൽകിയ ശേഷം വേദിക ഷെട്ടി ഒളിവിൽ പോവുകയും താമസ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തു. രാജസ്ഥാനിലേക്കും പിന്നീട് കർണാടകയിലേക്കും അതിനുശേഷം പൂനെയിലേക്കും പിന്നീടാണ് ബംഗളൂരുവിൽ നിന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.